നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 815 815. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്തിൽ നിന്ന് ഭാഗവതധർമ്മങ്ങൾ എന്നുള്ള 68ാമത്തെ സർഗത്തിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഏറെക്കുറെ 33ാമത്തെ ശ്ലോകത്തിലാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. എന്തായിരുന്നു ആ ശ്ലോകം? ആത്മയാഥാർത്ഥ്യം എങ്ങെങ്ങും തെളിയിക്കുക കാരണം ലോകോപകാരം ചെയ്യുവോരിൽ എന്നും പ്രമുഖനാണവൻ. പ്രമുഖന്മാരിൽ ആത്മയഥാർത്ഥ്യമെങ്ങെങ്ങും തെളിയിക്കുക കാരണം ആത്മാവിനെ പറ്റി എന്താ പറയുക, ചഞ്ചലിപ്പില്ലാണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടെ കൺവിൻസ് ചെയ്യുകയും കൺവിൻസ് ചെയ്യപ്പെടുകയും ചെയ്താൽ അതിനേക്കാൾ മീതൊരു മേൽഗതി ഈ ലോകത്തില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി നമുക്ക് 34ാമത്തെ ശ്ലോകം നോക്കാം. കാതാലീയം അമൃതം കാതലായി കാതാലീയമൃതം നിത്യം നുകർന്നിടും. കാതലല്ല കേട്ടോ, കൂട്ടക്ഷരങ്ങളാണ്, അല്ലേ? അപ്പോൾ കാതാലീ അമൃതം നിത്യം നുകർന്നിടും മഹാമതി. ആരായിക്കോട്ടെ, അവൻ മഹാമതിയാണ്, വലിയൊരു മനസ്സുള്ളവനാണ്. ഭക്താവതം സമായി തന്നെ മിന്നും ബന്ധമകന്നുടൻ. ബന്ധം അകന്നാൽ മാത്രമേ, നിസ്സംഗനായാൽ മാത്രമേ ഭക്താവതംസമായി, ഭക്തന്മാരിൽ ഹംസമായിട്ട് ഭക്തന്മാരുടെ ആശങ്കകളെ ഇല്ലായ്മ ചെയ്യുന്ന വിധം തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവൻ എന്നൊക്കെ അർത്ഥം പറയാം. ആത്മയഥാർത്ഥ്യം മുൾപൂവിൽ പതിഞ്ഞോ പറയൂ സഖേ. ഉദ്ധവ, ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ തനിക്ക് മനസ്സിലായില്ലേ? ആത്മയാഥാർത്ഥ്യം മുൾപൂവിൽ പതിഞ്ഞോ പറയൂ സഖേ, ഇല്ലെങ്കിൽ ഇനിയും ചൊല്ലിത്തരാം നിന്നോടിത്. എത്രയും മനസ്സിനടിയിൽ തങ്ങി നിൽപ്പുണ്ടോ വല്ല ശങ്കയും. ഭഗവാനെയും ഉദ്ധവരെയും കൂടി കെട്ടിപ്പിടിക്കാൻ തോന്നുക. കാരണം എന്താ? ഉദ്ധവ, ഞാൻ പറഞ്ഞതൊക്കെ തനിക്ക് മനസ്സിലായില്ലേ? മനസ്സിൻ്റെ അടിത്തട്ടിൽ വല്ല തലനാരഴ പോലെ വല്ല സംശയം കിടക്കുന്നുണ്ടോ? ഉദ്ധവ, ഞാൻ ഇനിയും എത്ര സമയം വേണമെങ്കിലും തനിക്ക് വേണ്ടി പറയാം. ഇതാണ് പരംഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണപാദാരവിന്ദത്തിൽ അഭയം പ്രാപിച്ചവർക്ക് ഭയരഹിതമായ ജീവിതം അല്ലെങ്കിൽ മുമുക്ഷത്വം, മോക്ഷം സ്ഥായിയായിട്ട് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ്, ഒന്നിനെ പറ്റിയിട്ടും അങ്കലാപ്പിൻ്റെ ആവശ്യമില്ല. നോക്കൂ, ഭക്താവതം സമായി തന്നെ മിന്നും ബന്ധമകന്നുടൻ ആത്മയാഥാർത്ഥ്യം ഉൾപൂവിൽ പതിഞ്ഞോ പറയൂ സഖേ, ഇല്ലെങ്കിൽ ഇനിയും ചൊല്ലിത്തരാം നിന്നോടിത്. എത്രയും മനസ്സിനടിയിൽ തങ്ങി നിൽപ്പുണ്ടോ വല്ല ശങ്കയും. ദേഹാത്മവിഭ്രമം തീർന്നോ? ദേഹമാണ് ആത്മാവ് എന്ന വിഭ്രാന്തി മാറിയില്ലേ ഉദ്ധവരെ? തുറന്നോതേണം ഉദ്ധവ, തുറന്നു പറയണം ഉദ്ധവ. ആ ഭഗവാന്റെ തിരുവാദ പത്മങ്ങളിൽ നമസ്കരിക്കാൻ എന്തിനാ നമ്മൾ മടിക്കണത്?
ഇത്ര പ്രീ കണ്ടീഷൻസ് ഇല്ലാണ്ട് തുറന്ന മനസ്സോടുകൂടി ഉപദേശിക്കാൻ കെൽപ്പുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ 18 പുരാണങ്ങളിലും തിരഞ്ഞാൽ കിട്ടില്ല, ഇതിഹാസങ്ങളിൽ തിരഞ്ഞോളൂ കിട്ടില്ല, വേദങ്ങളിൽ തിരിഞ്ഞോളൂ കിട്ടില്ല, ഉപനിഷത്തുകൾ വാട്ട് നോട്ട്. ഇനി 37-ാമത്തെ ശ്ലോകം പറയണം. അത് ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. എൻസർക്കിൾ ചെയ്താൽ നമ്മുടെ ബുദ്ധിക്ക് ബിയോണ്ടാണ് അതിൻ്റെ അർത്ഥതലങ്ങളെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതാണ് മിണ്ടായ്വതെന്തേ കണ്ണീരൊപ്പിയെന്നേർക്കു നോക്കടോ. ഭഗവാൻ പറയാണ്, ഉദ്ധവ എന്തിനാ കരയണത്? കണ്ണീര് തുടയ്ക്കൂ, എന്നോട് തുറന്ന് സംസാരിക്കൂ. മിണ്ടായ്വതെന്തേ ഉദ്ധവ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ എന്താ സ്തബ്ധനായിട്ട് നിൽക്കണത്? ഒരു കുറ്റീനെ പോലെ താൻ എന്താ നിൽക്കണത്? കണ്ണ് തുടയ്ക്കൂ, ആദ്യം കരയണ്ട. മിണ്ടായ്വതെന്തേ കണ്ണീരൊപ്പി എന്നേർക്കു നോക്കടോ. ഭഗവാൻ പറയാണ്, ഭഗവാൻ പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കൂ. എൻ്റെ മുഖത്ത് നോക്കിയാലല്ലേ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കടാക്ഷിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കടാക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ മഹാന്മാർ തപസ് ചെയ്യണത്. ഉദ്ധവ, ഇത് താൻ എൻ്റെ സഖാവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ തനിക്ക് ഔചിത്യമല്ല, പിന്നെ ഉദാരതയല്ല. യു ആർ എ ഡിസർവിങ് കാൻഡിഡേറ്റ്. കാരണം എന്താ? താൻ ബൃഹസ്പതിയുടെ ശിഷ്യനാണ്, ദേവഗുരുവിൻ്റെ ശിഷ്യനാണ്. തനിക്ക് എന്നിൽ താഴെ ഒരാൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. താൻ അത്രയും മേലെയാണ് ഉദ്ധവ. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മിണ്ടായ്വതെന്തേ കണ്ണീർ അത് ഒപ്പി എന്നേർക്കു നോക്കടോ. ഞാനും നീയും ഒരേ വസ്തു തന്നെയായി തീർന്നു നിൽക്കയാം. ഇനി എന്താ വേണ്ടത്? ഈ ഇത്രയും ഭാഗം ശ്രീകൃഷ്ണ കഥാമൃതം വേണ്ട മാതിരി പഠിച്ചാൽ ഉദ്ധവരെ ശ്രീകൃഷ്ണൻ എങ്ങനെ, അതേപോലെ ഇത് കേൾക്കുന്നവരൊക്കെ കൃഷ്ണൻ സ്വന്തം നിലയ്ക്കായിട്ട് മാറും. രണ്ടാളും ഒന്നായി തീർന്നു. ഇതിനെയാണ് സായൂജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം എന്നൊക്കെ പറയാം. മിണ്ടായ്വതെന്തേ കണ്ണീരൊപ്പിയെന്നേർക്കു നോക്കടോ. ഞാനും നീയും ഒരേ വസ്തു തന്നെയായി തീർന്നു നിൽക്കയാം. പരമാത്മ ചൈതന്യമാരായിട്ട് മാറിയല്ലോ ഇത്. അഖണ്ഡാത്മസ്വരൂപത്തിൽ ആമഗ്നൻ തന്നെയാണു നീ ഇപ്പോൾ വേറെ അല്ല, എൻ്റെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ് നീ. മായയ്ക്ക് നിന്നോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അഖണ്ഡ ആത്മസ്വരൂപത്തിൽ ആമഗ്നൻ തന്നെയാണു നീ. നിനക്കേകിയൊരു വിജ്ഞാനാമൃതം ദേവദുർലഭം. ദേവന്മാർക്ക് കൂടി കിട്ടാക്കനിയാണ് ഉദ്ധവ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതും ശരിയല്ല. ഏതായാലും ഒരു 10-20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം കഴിയും. അപ്പോൾ ഞാനൊരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ എന്താ ചെയ്യണത്? ശ്രീകൃഷ്ണ കഥാമൃതം ആദ്യം മുതൽക്ക് ഓരോ വരികൾ വായിച്ചിട്ട് അത് എൻ്റെ എന്താണെന്ന് പറയുക ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ടൈം ലൈനിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 7-8 പോസ്റ്റ് ഉണ്ടാവും. കാരണം എനിക്കിത് വിടാൻ പറ്റില്ല. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ തന്നെ വായിച്ചിട്ട് ഓരോ എന്താണെന്നാ പറയുക ക്യാപ്സ്യൂളായിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി ഞാൻ അത്രയും. കാരണം ഞാൻ അധികം പഠിച്ചിട്ടില്ല, എനിക്ക് സംസ്കൃതമൊന്നും അറിയില്ല. അപ്പോൾ ഇത് ആണെങ്കിൽ ശുദ്ധ മലയാളത്തിൽ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അഖണ്ഡാത്മസ്വരൂപത്തിൽ ആമഗ്നൻ തന്നെയാണോ നീ. നിനക്കേകി ഒരു വിജ്ഞാനാമൃതം ദേവദുർലഭം. ശ്രദ്ധയില്ലാതെ കേൾപ്പോലും, ശ്രദ്ധിക്കാണ്ട് ഇത് കേട്ടിട്ട് യാതൊരു കാര്യമില്ല. ശ്രദ്ധയില്ലാതെ കേൾപ്പോനും ഗർവിഷ്ഠനും അഭക്തനും വേണ്ടാതോന്നും നാസ്തികനും ഷടനും ദുർവിനീതനും നൽകായിക
ആവിധം അല്ലെങ്കിൽ അവൻ ആർ തന്നെയാകിലും ഒരു പ്രീ കണ്ടീഷനും ഇല്ലാന്നാണ് പറഞ്ഞതേ. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം ഇല്ലാതെ കണ്ട്, സ്ത്രീ പുരുഷഭേദം ഇല്ലാതെ കണ്ട് ആരാണ് വിനയാന്വിതന്മാരായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ഉദ്ധവ, അവർക്കിത് പറഞ്ഞു കൊടുക്കണം. അത് അരുളേണം ഇത് എന്നെന്നും ഭക്തരാണ് അധികാരികൾ. സംശുദ്ധമായ ഭക്തിക്ക് ഉടയവനായാൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ കഥാമൃതം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതറിഞ്ഞോർക്ക് മറ്റൊന്നും അറിയാനില്ല മന്യതിൽ. അതാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം വേണ്ട പോലെ വായിച്ച് പഠിച്ചാൽ അവന് പിന്നെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത്ര സുലളിതമായിട്ട് വേറൊരു ഗ്രന്ഥവും ഇല്ല. കാരണം 7-8 കൊല്ലം ഗുരുവായൂരിലെ പുറപ്പെടാശാന്തിയായിട്ട് ജീവിതം നയിച്ച താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിനെ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. എന്താ കാരണം, അദ്ദേഹത്തിനൊരു നിയോഗം ഉണ്ടായി, തൻ്റെ ജോലി രാജിവെച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ആ പ്രിയാമ്പിളിൽ ബ്രാഹ്മണനായി ജനിച്ചും നിത്യകർമ്മങ്ങളിൽ താല്പര്യമില്ലാതെ കണ്ട് മറ്റുള്ളവരിൽ നിന്ന് ദാനം കിട്ടണമെന്നും ദക്ഷിണ കിട്ടണമെന്നും ആഗ്രഹിച്ച് അമ്പലങ്ങളിൽ അമ്പല പരിസരങ്ങളിൽ ചുറ്റി നടക്കുന്ന കർമ്മടന്മാരെ നിങ്ങൾ രക്ഷപ്പെടില്ല, നിങ്ങൾക്ക് നിത്യ നാശാണെന്ന് പറയണ്ടേ. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ സഹോദരസ്തുല്യന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഇതറിയാണ്ട് പോകരുത്. അവ പറഞ്ഞു, ഇതറിഞ്ഞോർക്കും മറ്റൊന്നും അറിയാനില്ല മന്യതിൽ. പീയൂഷപാനം ചെയ്തുള്ളവൻ പിന്നെ എന്തു നുകർന്നിടും. അമൃത് കുടിച്ച് വശമായിട്ടുള്ളവന് അമൃതനേക്കാൾ മേലിയൊന്നുമില്ല, അമൃതനേക്കാൾ താഴെ വലതും കുടിച്ചാൽ അമൃതരസാനുഭവം ഉണ്ടാവില്ല. അപ്പോൾ ആ വഴിക്ക് എത്തിയാൽ പിന്നെ ദാഹമില്ല എന്നർത്ഥം. മനുഷ്യനല്ല, അവൻ ദേവനാണ്. അതുകൊണ്ടാണ് പീയൂഷപാനം ചെയ്തുള്ളോൻ പിന്നെ എന്തു നുകർന്നിടും. അഭക്തൻ അർത്ഥകാമാദിക്കലഞ്ഞു വിഷമിക്കവേ. അഭക്തൻ അർത്ഥകാമാദി, മോക്ഷമില്ല, മോക്ഷം അവൻ്റെ അജണ്ടയിലില്ല. അഭക്തനാണവൻ, ഭക്തിയില്ലാത്തവനാണ്. അലഞ്ഞു വിഷമിക്കവേ ഭക്തൻ കൃതാർത്ഥൻ ധർമാദി 4നും ഫലമാണു ഞാൻ. അതായത് ഭക്തൻ കൃതാർത്ഥനാണ്, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കൃതജ്ഞതയുള്ളവനാണ്. ധർമാർത്ഥ കാമ മോക്ഷത്തിന് ധർമ്മം അർത്ഥം കാമം മോക്ഷം അവന് ഞാൻ കൊടുക്കും, ഫലം കൊടുക്കും. ഈ വിധം സർവകർമ്മങ്ങൾ എന്നിൽ അർപ്പിക്കുവോനെ ഞാൻ. എല്ലാം കൊണ്ടും എന്നിൽ ആസക്തനായിട്ടിരിക്കുന്നവനെ ഞാൻ കൈവിടില്ല എന്നാണ് പറഞ്ഞത്. ഈ വിധം സർവകർമ്മങ്ങളിൽ എന്നിൽ അർപ്പിക്കുവോനെ ഞാൻ. എൻ്റെവനായി താൻ ഓർത്തും കൊണ്ടുടൻ മിന്നിക്കും ഉദ്ധവ. അവൻ എൻ്റെ പേരിൽ അറിയപ്പെടും. എൻ്റെ പേരിൽ അറിയപ്പെട്ട പിന്നെ മായയിൽ നിന്ന് മുക്തനായി അവൻ മുമുക്ഷുത്വം നേടിയവൻ. ഈവണ്ണം ഭഗവൻ ആത്മാവിനെ നേടേണ്ട നേർവഴി അരുളി കേൾക്കയാൽ അമ്പാർന്ന ഉദ്ധവൻ ചാരിതാർത്ഥനായി. ഇങ്ങനെയുള്ള സംവാദം കേട്ടോടുകൂടി ഉദ്ധവർ ചാരിതാർത്ഥനായി. അതാണ് ഈവണ്ണം ഭഗവാൻ ആത്മാവിനെ നേടേണ്ട നേർവഴി അരുളി കേൾക്കയാൽ അമ്പാർന്ന ഉദ്ധവൻ ചരിതാർത്ഥനായി. കണ്ണീരൊഴുക്കി രോമാഞ്ചമാർന്ന് ഗൽഗതഖണ്ഡനായി. അതാണ് ഭക്തിയുടെ ഏറ്റവും പരമകാഷ്ഠയാണത്. കണ്ണീരൊഴുക്കി രോമാഞ്ചമാർന്ന് ഗൽഗതഖണ്ഡനായി. തൊഴുതും കൊണ്ട് യാതൊന്നും മിണ്ടാതെ അങ്ങനെ തെല്ലിട. കുറച്ച് നേരം എന്താണെന്ന് പറയുക, കുറ്റിയടിച്ച പോലെ എന്നർത്ഥം. കണ്ണീരൊഴുക്കി രോമാഞ്ചമാർന്ന് ഗൽഗതഖണ്ഡനായി. തൊഴുതും കൊണ്ട് യാതൊന്നും മിണ്ടാതെ അങ്ങനെ തെല്ലിട. ഇനി ആ 68-ാം സർഗത്തിലെ അവസാന ശ്ലോകം 46. കൺകുളിർക്കവേ നാഥൻ്റെ കമനീയ മൃദുസ്മിതം ശ്രീമുഖം നോക്കിയും കൊണ്ടേ നിന്നാൻ അത്യന്ത ഭാഗ്യവാൻ. അത് നമുക്കും ഭാഗവാക്കാണ്. ഇത് വായിക്കുക, ഇത് കേൾപ്പിക്കുക, ഇത് മനനം ചെയ്യുക.
അവന് പിന്നെന്താ വേണ്ടത്? അവൻ്റെ മുമ്പിൽ ആര് നിൽക്കുന്നുണ്ട്? ശ്രീകൃഷ്ണൻ. എങ്ങനെയായിട്ട്? നിരാകാരനായിട്ട്. യാതൊരു വക പാർശ്വവിപര്യാസം എന്ന അപഖ്യാതികളില്ലാതെ കണ്ട് നമ്മുടെ നഗ്നമായ കണ്ണിൻ്റെ മുമ്പിൽ ആകാരമില്ലാതെ കണ്ട് സത്യസ്വരൂപനായ പ്രേമസ്വരൂപനായ വിജ്ഞാനപ്രദനായിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാം. ശ്രീമുഖം നോക്കിയും കൊണ്ടേ നിന്നാൻ അത്യന്ത ഭാഗ്യവാൻ ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ അഷ്ടഷഷ്ടിതമ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 69 സർഗം ഉദ്ധവ പ്രണാമം. ഉദ്ധവര് ഭഗവാനെ നമസ്കരിക്കണം. ഇത് കഴിയാൻ പോവാണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ. കേട്ടോളൂ. മഹാഭാഗവതോത്ത സംരത്നമാം ധന്യൻ ഉദ്ധവൻ. എന്തൊക്കെ പ്രമാണങ്ങളാണ് കൊടുത്തത്. ഭാഗവതോത്ത സംരത്നമാം ധന്യൻ ഉദ്ധവൻ കണ്ണീർ തുടച്ചുടൻ കണ്ടമൊട്ടൊട്ടു ശരിയാക്കിയും അല്ലേ, കണ്ണീരൊക്കെ ഒപ്പി ഏതായാലും എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഭഗവാനെ തന്നെ തനിക്ക് തന്നിട്ടാണ് ഭഗവാൻ പോണത്. ഭഗവാൻ കൂടെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചുല്ലോ, അത് വേണ്ട. ഭഗവാനെ തന്നെ കൊടുത്തു. ഞാൻ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്ന സത്യവസ്തുവിനെ കാണിച്ചു കൊടുത്ത് അനുഭവയോഗ്യമായിട്ടാണ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് അവിടെ നിന്ന് മാറണത്. കണ്ണീർ തുടച്ചുടൻ കണ്ടമുട്ടൊട്ടു ശരിയാക്കിയും സ്നേഹവാകുലമാം ഉള്ളൊരു മട്ടിൽ ഒതുക്കിയും സ്നേഹവ്യാകുലമാം ഉള്ളം ഒരു മട്ടിലൊതുക്കിയും തിരുവായ്മൊഴിയോർത്ത് ഭഗവാനാൽ പറയപ്പെട്ട ഭാഗവത രഹസ്യങ്ങളുടെ ഗഹനത മനസ്സിലാക്കിക്കൊണ്ട് തിരുവായ്മൊഴിയോർത്തോർത്ത് കൃതാർത്ഥതയിൽ മുങ്ങിയും എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്നുള്ള ആ നിന്മതിയിൽ കൃതാർത്ഥതയിൽ മുങ്ങിയും ബ്രഹ്മാതിർ പോലും സാഷ്ടാംഗം നമിക്കും തൃപ്പദങ്ങളിൽ. പരമശിവനും ബ്രഹ്മാവും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തിരുവാദപത്മത്തിൽ ഉദ്ധവന് നമസ്കരിക്കാൻ സാധിക്കുകയാണ്. നമസ്കരിച്ചെഴുന്നേറ്റു തൊഴുതും കൊണ്ടു ഭാഗ്യവാൻ. നമസ്കരിച്ച് എഴുന്നേറ്റ് തൊഴുതും കൊണ്ടു ഭാഗ്യവാൻ. മെല്ലെ മെല്ലെ ഉണർത്തിച്ചാൻ. മെല്ലെ മെല്ലെ പറഞ്ഞു. എത്രയും ഭക്തിപൂർവകം അത് അളക്കാൻ പറ്റില്ല. ആ സമയത്ത് ഉദ്ധവരുടെ മാനസികാവസ്ഥയെ അളക്കാൻ ഒരു പാരാമീറ്റർ അന്നത്തെ ലോകത്തില്ല, എന്നും ഉണ്ടാവില്ല. അവിടുത്തെ പ്രസാദത്താൽ അജ്ഞാനങ്ങൾ മുഴുക്കയും എൻ്റെ കഴിവുകൊണ്ടെന്നല്ല, ഭഗവാന്റെ പ്രസാദത്താൽ അജ്ഞാനങ്ങൾ മുഴുക്കയും അകന്ന് സൂര്യദേവൻ്റെ അരികിൽ തന്നെ നിൽക്കുകിൽ അവൻ തണുപ്പും ഭയവും അന്ധകാരവും ഏൽക്കുമോ? സാക്ഷാൽ സൂര്യതേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നവന് വെളിച്ചത്തിന് കമ്മിയുണ്ടോ? ഇരുട്ടുണ്ടോ അവിടെ? ഇല്ല. പിന്നെന്താ? അവൻ തണുപ്പും ഭയവും അന്ധകാരവും. ഭയവുമില്ല, അന്ധകാരവുമില്ല, തണുപ്പുമില്ല. അത്രയും പോരാ നിൻ തൃപ്പദാശ്രിതങ്കൽ കനിഞ്ഞു നീ. അത് മതിയോ? പോരാ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ തിരുവാദപത്മങ്ങളിൽ നമസ്കരിച്ചിട്ടുള്ളവന് ഈ ലോകത്ത് ഒരു ശക്തിക്കും അവനെ ക്ഷീണിപ്പിക്കാൻ പറ്റില്ല. അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാനങ്ങ് എടുത്തു. തൃശ്ശൂർ എന്നൊരു വാക്ക് ഞാൻ എവിടെ കേട്ടു. ഇവിടെ നമ്മുടെ മനസ്സാകുന്ന താമരയെ ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കിയാൽ മതി. അത്രയും പോരാ നിൻ തൃപ്പദാശ്രിതങ്കൽ കനിഞ്ഞു നീ തിരിച്ചു നൽകി വിജ്ഞാന പ്രദീപം പരമോജ്വലമായ വിജ്ഞാന പ്രദീപം. വിജ്ഞാനം എന്ന് പറയുന്ന ദീപത്തെ നീ കൊടുത്തു കഴിഞ്ഞു. ആ വിജ്ഞാനമെന്ന ദീപത്തിൻ്റെ വെട്ടത്ത് ഇരുട്ട് വരില്ല. 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 ഇരുട്ട് വരില്ല
എല്ലാവരും ഈ വിജ്ഞാനമാകുന്ന പ്രദീപം ആരുടെ അടുത്തുണ്ടോ അവൻ മേലെ. അതാണ് പറഞ്ഞത്. തിരിച്ചു നൽകി വിജ്ഞാന പ്രദീപം പരമോജ്വലം ആവിധം കരുണാമൂർത്തിയായ നിന്നെ വെടിഞ്ഞ് യവൻ അന്യനെ ചെന്നു കൈകൂപ്പും. എന്തുകൊണ്ടാണ് ഈശ്വരപാദാരവിന്ദത്തിൽ ഒരു പ്രാവശ്യം രസാനുഭൂതി അനുഭവിച്ചിട്ടൊരാൾ ഈ ഭൂമണ്ഡലത്തിൽ വേറൊരു ശക്തിവിശേഷത്തെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ വേറൊരു ശക്തിവിശേഷം ഇല്ല. അതുകൊണ്ടാണ് അതാണ് വിജ്ഞാനമെന്നവ. അപ്പോൾ പറഞ്ഞു അന്യനെ അപ്പോൾ പറഞ്ഞു ആവിധം കരുണാമൂർത്തിയായതെന്നെ വെടിഞ്ഞ് അവൻ അന്യനെ ചെന്നു കൈകൂപ്പും. നന്ദിയുണ്ടെങ്കിൽ മന്യതിൽ വിജ്ഞാനമെന്ന വാളാൽ നീ യദുവൃഷ്ണ്യം അന്തകാദിയിൽ അഭേദ്യമാം സ്നേഹപാശം മറുത്തേകി മഹാപ്രഭോ. അങ്ങ് ഒരു ഉപകാരം ചെയ്തു, ലോകോപകാരം ചെയ്തു. അതെന്താ? വിജ്ഞാനമെന്ന വാളാൽ നീ യദുവൃഷ്ണി അന്തകാദിയിൽ അഭേദ്യമാം സ്നേഹപാശം മറുത്തേകി മഹാപ്രഭോ. ഫേസ്ബുക്കിലാണെങ്കിലും ശരി, ടൈം ലൈനിലാണെങ്കിലും ശരി, അല്ലേ, എല്ലാവരോടും നിസ്സംഗത പ്രാപിച്ചുകൊണ്ട് പിന്നെ ആരോടും അടുപ്പം കൂടാതെ കണ്ട് എന്നർത്ഥം. സംഘം വേണ്ടെന്നാണ് പറഞ്ഞത്. അഭേദ്യമാം സ്നേഹപാശം മറുത്തേകി മഹാപ്രഭു. നീ തന്നെയല്ലീ സൃഷ്ട്യാധികാരത്തിൻ ഇതുമായയാലുളവാക്കിയത് ഈ വണ്ണം അപാര കരുണാനിധേ. ഭഗവാന്റെ കാരുണ്യം എത്രയാണെന്ന് നിർവചിക്കാൻ പറ്റില്ല. അപാരം, അതിർത്തികളില്ലാത്തത് എന്നർത്ഥം. അതുകൊണ്ട് നീ തന്നെയല്ലീ സൃഷ്ട്യാധികാരത്തിനിതുമായയാലുളവാക്കിയത് ഈ വണ്ണം കരുണാനിധേ. നമസ്കാരം മഹായോഗിൻ, നമസ്കാരം മഹായോഗിൻ, നൽകണം ഒരനുഗ്രഹം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറയാ എനിക്ക് ഒരനുഗ്രഹം വേണം. എന്താത്? എന്നിൽ ഈ ഭക്തി നീങ്ങാതെ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണം എന്നാ. ഈ ഇൻറ്റൻസിറ്റി അങ്ങയോടുള്ള ഈ ഭക്തിയുടെ ഈ ഇൻറ്റൻസിറ്റി ഒരിക്കലും കമ്മിയാവരുത്. അത് നമുക്കും ബാധകമാണ്. എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ വന്നാൽ ശ്രീകൃഷ്ണ കഥാമൃതത്തിനെ മറക്കരുത്. ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ അനുഭൂതി ഉണ്ടാവാൻ തുടങ്ങിയാൽ ബാക്കി എന്തൊക്കെ വേണോ അതൊക്കെ ഭഗവാൻ തന്നുകൊണ്ടിരിക്കും, തരാതെ കൊണ്ടിരിക്കില്ല. അതുറപ്പാ. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അപ്പം എന്നെന്നും നിന്നിലീ ഭക്തി നീങ്ങാതെ നിൽക്കുവാൻ ഈ വണ്ണം ഭക്തി സംസിദ്ധനാകിലും പ്രിയ ശിഷ്യനെ അനുഗ്രഹിച്ചുടൻ. അങ്ങയുടെ പ്രിയ ശിഷ്യനാണ്, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. മെല്ലെ ഓതിനാൻ. അത് കേട്ടിട്ട് മെല്ലെ പറഞ്ഞു. ആര്? ഭഗവാൻ ഉദ്ധവരോട് എന്താ പറഞ്ഞത്? പൂകേണം നീ മഹാഭാഗ പുണ്യം ബദിരകാശ്രമം. ഉദ്ധവ, ഇവിടെ നിന്ന് കണ്ട ഉടനെ ബദിരകാശ്രമത്ത് പോ. പൂകേണം നീ മഹാഭാഗ പുണ്യം ബദിരകാശ്രമം. എൻ പാദതീർത്ഥം അളകനന്ദയുണ്ട്. അങ്ങ് ഏതവനും കണ്ടാൽ താനകലും പാപം അതിൽ മുങ്ങി വിശുദ്ധനായി. അളകനന്ദ, അതായത് ഗംഗാദേവി തന്നെയാണ്. കണ്ടാൽ താനകലും പാപം അതിൽ മുങ്ങി വിശുദ്ധനായി. ഫലമൂലാദി ഭക്ഷിച്ചും മരത്തിൽ വിരിചുറ്റിയും. ആഹാരം എന്ത് വേണം? ഫലമൂലാദികൾ, പഴുത്ത് വീഴുന്ന ഫലങ്ങൾ, ചില ചെടികളുടെ വേരുകളൊക്കെ തിന്നാൽ മതി. അല്ലാണ്ട് അവിയലും കൂട്ടാനും പാൽപ്പായസമൊന്നും വേണ്ട. പ്രമുഷയാണ്. ഇപ്പം നാളെ മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ തുടങ്ങിയാൽ ആരെങ്കിലും പോവോ? അല്ല, ഞാൻ ചോദിക്കാം. അത്ര മനസ്സിന് ധാർഢ്യമുള്ളവരില്ല എന്നർത്ഥം. ഫലമൂലാദി ഭക്ഷിച്ചും മരത്തിൻ വിരിചുറ്റിയും ശീതോഷ്ണാദികൾ ശീലിച്ചും. അതാണ് ചൂടും തണുപ്പും അസഹ്യം എന്നുള്ളത് വരാൻ പാടില്ല. വായയിൽ സഹിക്കണം. അവനാണ് ശീതോഷ്ണങ്ങളെ സമഭാവനയോടുകൂടി സമചിത്തത്തോടുകൂടി അനുസന്ധാനം ചെയ്യുന്നവനാണ് ആചാര്യൻ. അതും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ശ്രോതാക്കളുടെ കാര്യം പറയണോ?
ശീതോഷ്ണാദികൾ ശീലിച്ചും ഇന്ദ്രിയങ്ങൾ അടക്കിയും സത്യം ക്ഷമ തുടർന്നുള്ള സദ്ഗുണത്താൽ വിളങ്ങിയും. സത്യം ക്ഷമ, അതായത് എൻ്റെ ഗുരുനാഥൻ എന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? താൻ എവിടെയെങ്കിലും ഒരു സപ്താഹത്തിന് പോവുകയാണെങ്കിൽ എന്താ പറയുക, ആചാര്യവരണം എന്നുള്ള കാര്യം കഴിഞ്ഞാൽ ഉടനെ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് ഈ ദേശത്ത് അടുത്ത്, അതായത് നമ്മൾ ആളെ അയച്ച് വരാൻ പറഞ്ഞാൽ വരാൻ പറ്റുന്ന അടുത്ത് അംശം ദേശത്തിൽ ഒരു ഭാഗവതാചാര്യൻ അപ്രസക്തനായാലും ശരി പ്രസക്തനായാലും ശരി ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരെ ആദരിപ്പിക്കാൻ താൻ ചട്ടം കെട്ടണം എന്നൊരു വാക്ക് പറയുണ്ടായി. അത് എനിക്കൊരു പാടായി. പ്രൊഫഷയിലെ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് ബഹുമാനിപ്പിച്ചിട്ടുണ്ട്. അവരെ ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്നേഹിച്ച് പെരുമാറിയിട്ടുണ്ട്. അതാണ് ഏത് പ്രൊഫഷനിലുള്ള ആളും. ആ പ്രൊഫഷനിലുള്ള ആൾക്കാരെ നിന്ദിക്കരുത്. ഞാൻ ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിനാ? ഭാഗവതത്തിൻ്റെ മഹിമ നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. എനിക്ക് വ്യക്തി വൈരാഗ്യമില്ല, ആരോടും എനിക്ക് വൈരാഗ്യമില്ല. അതാണ് സത്യം ക്ഷമ തുടർന്നുള്ള സൽഗുണത്താൽ വിളങ്ങിയും ആത്മാനുഭൂതിയാൽ അന്യസ്വകവാഞ്ചകൾ നീങ്ങിയും. ആത്മാനുഭൂതി അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ മേലെ ഒരു അനുഭൂതി ഇല്ല. ഇപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ മധുപാനം ചെയ്യണത്, ചൂത് കളിക്കണത്, സ്ത്രീ സംഘത്തിന് പോണത്? ഈ ആത്മാനുഭൂതി അവർക്കില്ലാത്തത് കൊണ്ട്. ആത്മാനുഭൂതി ഉണ്ടെങ്കിൽ അതിനെ കവിച്ച് വയ്ക്കാൻ വേറൊന്നുമില്ല. ആത്മാനുഭൂതിയാൽ അന്യസുഖവാഞ്ചകൾ നീങ്ങിയും ജ്ഞാനവിജ്ഞാന സമ്പത്താൽ എങ്ങെങ്ങും ഒളിവീശിയും. അതാണ് ജ്ഞാനവിജ്ഞാന സമ്പത്ത്. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ജ്ഞാനം, വിജ്ഞാനം. ജ്ഞാനവിജ്ഞാന സമ്പത്താൽ എങ്ങെങ്ങും ഒളിവീശിയും പ്രശാന്തനായും ഏകാന്തത്തിങ്കൽ ഞാനുര ചെയ്തവ വിചാരം ചെയ്തും ഈ വണ്ണം. നമ്മൾക്ക് സമയം പോണില്ല എന്നുള്ളതില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമയമില്ല. കാരണം എന്താ? സദാസേവ്യ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മസ്തിഷ്കത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നാൽ പിന്നെ സമയം പോകുകയെന്നൊരു പ്രശ്നമില്ല. അപ്പോൾ വിചാരം ചെയ്തും ഈ വണ്ണം വാഗ്മനോദേഹവൃത്തികൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേഹം കൊണ്ടും അർപ്പിച്ചുകൊണ്ട് എന്നിൽ അലിഞ്ഞ അമന്തം പെട്ടെന്ന് ഒരു മുഹൂർത്തം നോക്കരുത്. ഭഗവാനിൽ ലയിക്കാൻ മുഹൂർത്തമില്ല. അതുകൊണ്ടാണ് അർപ്പിച്ചുകൊണ്ട് വാഗ്മനോദേഹ വൃത്തികൾ അർപ്പിച്ചുകൊണ്ട് എന്നിൽ അലിഞ്ഞ അമന്തം എൻ പവിത്രധർമ്മങ്ങളിലൂടെ ഉദ്ധവ. ഭഗവാന്റെ ധർമ്മവചസ്സുകളിൽ കൂടി നടന്നു നോക്കൂ, കാലിലും മുള്ളും കൊള്ളില്ല. പരമക്ഷയാവും. പ്രേമാദ്രനാമങ്ങ് അതിവേഗം എൻ പദം പ്രാപിച്ചിടേണം പരമം സനാതനം. എൻ്റെ പദം, എൻ്റെ പദവി പ്രാപിച്ചിടേണം പരമം സനാതനം, ഏറ്റവും ഉയർന്ന പരിപാവനമായിട്ടുള്ള സനാതനം. നവം എന്നർത്ഥം പറയാം. സനാതനം എന്ന് പറഞ്ഞാൽ ദ്രവിക്കാത്തത്, എന്നും പ്രത്യക്ഷ ശാന്തി നൽകുന്നത്. പ്രേമാദ്രനാം അങ്ങ് അതിവേഗം എൻ പദം പ്രാപിച്ചിടേണം പരമം സനാതനം എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ ഏകോനസപ്തതിതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദാം. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ 70-ാം സർഗം ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിൽ ഉദ്ധവ ബദരികാശ്രമ ഗമനം, ഉദ്ധവരെ ബദരികാശ്രമത്തിലെത്തുന്ന ഭാഗമാണ്. അത് നാളെ പറയാം. നമസ്കാരം.